ഹേ ഗൈസ്, അപ്പം ഞാനും കുഞ്ഞിനും കൂടെ ഒന്ന് ചെറിയൊരു പർച്ചേസിന് പോവാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് പോകുന്നത് എവിടേക്കാണ്? പോത്തീസിലേക്കാണ്. കൈശുവിൻ്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം നമ്മൾ ഇതാ ഓട്ടോ നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഓട്ടോയിൽ കയറിയിട്ട് കാണാം. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു സാരി ഉണ്ട്, അതിനുള്ളൊരു ബ്ലൗസ് എടുക്കണം. ഞാൻ റിസപ്ഷൻ എടുക്കാം, ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം, മെറ്റീരിയൽ എടുക്കണം. ബ്ലൗസ് എടുക്കാൻ വന്ന് നമ്മള് സാരിക്ക് എത്തിയപ്പോ സാരി തപ്പിക്കൊണ്ടിരിക്കാം. കുഞ്ഞാവ ഭയങ്കര തപ്പലിലാണ്, ഒന്നൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ടിയാറെ കുറിച്ചുള്ള ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ വേണ്ടവരെല്ലാവരും നമുക്ക് ഡി എം ചെയ്യാം. ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ ഇത്ര നേരം നമ്മുടെ യൂണിഫോം കിട്ടിയിട്ടില്ല. അടുത്തേക്ക് വീണ്ടും മെറ്റീരിയൽ സെക്ഷനിലേക്ക് തന്നെ പോയി നോക്കട്ടെ. കുഞ്ഞാവയ്ക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. മെറ്റീരിയൽ എടുക്കുക തന്നെ ചെയ്യും അല്ലേ. ലാസ്റ്റ് അധികം നമ്മളിവിടെ വന്ന് കുറച്ചു നേരമായി തപ്പാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ ബ്ലൗസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ബ്ലൗസ് തുണി എടുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. സാരിക്ക് പോയി, സാരിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇനി നമ്മൾ അടുത്ത കടയിൽ പോവാണ്. നമ്മൾ പരാഗ് പോവാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും ഇത് തന്നെ. ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് ഒരാളെ കിട്ടിയില്ല. എന്ത് ഞങ്ങൾക്ക് തുണി എടുത്ത് തരാൻ വേണ്ടി ഒരാളെ കിട്ടില്ല. ഇവിടെ എവിടെയോ ആയിരുന്നു പറയാൻ. നമ്മളന്ന് വന്നപ്പോ അങ്ങനത്തൊക്കെ ഉണ്ട്, പക്ഷേ കറക്റ്റായിട്ട് പോയി അറിയില്ല. യെസ്, കിട്ടിയിരിക്കുന്നു. പരാഗി വന്നില്ല, ചെരുപ്പ് വരണം. ഞാനാണെങ്കിൽ ഷൂ ആയിട്ടിരിക്കുന്നു. ഞാൻ ഷൂ ആയിട്ട് കയറുമ്പോഴേക്കും കുഞ്ഞാവ് എടുത്തിറങ്ങും കേട്ടോ. പരാഗിലെത്തിയിട്ട് മേലെയാണ്. അപ്പോൾ നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ വഴികാട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ബൊട്ടേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെറ്റീരിയൽസ് ഒക്കെ ബൾക്കായിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡിസ്കൗണ്ട് കിട്ടുമോ ഇല്ലേ? ഗൈസ്, ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? കോയിൻ 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 ഹിന്ദിയിൽ പറഞ്ഞിട്ട് അയാൾക്ക് ആദ്യം മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പം ആദ്യം ഹിന്ദി പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ നോക്കി ചിരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ഹിന്ദി അറിയില്ലാന്ന്. അപ്പോൾ അവർ വീണ്ടും മലയാളത്തിൽ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ കേട്ടതില്ല. നാണങ്കടലോട് നാണങ്കടൽ എവിടെ ചെന്നാൽ കുഞ്ഞാവെ കൊണ്ട് ഒരു വഴിക്കാണ്. വൈറ്റിൻ്റെ താഴെ നോക്കും, വൈറ്റിൻ്റെ താഴെ മെറൂണല്ലേ. ഞാൻ ഒറ്റയ്ക്കാണ് കടയിലേക്ക് ചോദിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ചെരുപ്പ് ഇടാൻ കഴിയും, ഫുള്ള് ചെരുപ്പ് ഇടാണ് വരുന്നത്. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ആണോ? ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കും ആയിരിക്കും. ഞാൻ എന്നെ കൊണ്ട് കളയാൻ പോവാ തോന്നുന്നു. ഏതൊക്കെയോ ഇരുട്ട് പിടിച്ച വഴി കൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഈ എറണാകുളത്ത് വന്ന് കൊണ്ടുവന്നിട്ട് തന്നെ ഈ ഇരുട്ട് പിടിച്ച വഴി കൂടെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി പോരാനാണ് പ്ലാൻ. വഴിയോടെ തീർന്നിട്ടോ പേടിയാവട്ടോ. അമ്മേ രക്ഷിക്കണേ. വഴി മാറിപ്പോയി ഗൈസ്. ഇതാണ് വഴി. വഴി പറഞ്ഞുതരാൻ വിളിക്കണ ആളെ തന്നെ ആദ്യം വിളിച്ചാടി. എവിടെ ചെന്നാലും തന്നെ പണി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ കടന്ന് കാട്ടിയത് കണ്ട വേറെ എവിടെ വെച്ചൊന്നും ഞങ്ങളെ കാണാൻ പറ്റില്ല. ഒരു കരി കുടിച്ചിട്ട് പോയാലോ? ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. വിചാരിക്കണം അടുത്ത വഴി കൂടെ കൊണ്ടുവന്നു തുടങ്ങി. ഞങ്ങളുടെ ആൾ മനസ്സിലൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. വഴി അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പാലില്ല, സ്ട്രേറ്റ് കാണാം. ഇതിൽ നാട്ടിൽ നമ്മൾ വന്നിട്ടുണ്ടോ? അല്ല അല്ലേ? നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ആകെ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മാല. ഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. കല്യാണത്തിന് തിളങ്ങും. അതെ,
അടുത്ത് നമ്മൾ മാല എത്തിയിട്ട് നമുക്ക് അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി എന്താ ഉർവശിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉർവശി പോവാണ്. മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് വഴി തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് എപ്പോൾ ഇറങ്ങുമ്പോഴടക്കം വഴി തെറ്റിക്കുകയാണ് കുഞ്ഞാവ. ഞാൻ ഇവിടെ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ എവിടെയെങ്കിലും ആക്കിയിട്ട് പോകും കുറച്ച് നേരം കഴിഞ്ഞാൽ. അവിടെ എത്തുമ്പോൾ ഈ ഷോപ്പ് ക്ലോസ് ചെയ്യുമോന്ന് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് പോയി നോക്കാം. നടക്കാനും വയ്യ ആർക്കും, എനിക്കല്ല കുഞ്ഞാക്ക്. കുഞ്ഞാക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇല്ല, ഇവിടെ നിന്ന് 550 മീറ്ററേ ഉള്ളൂ. ഓടിച്ചാടി നടന്നാൽ പെട്ടെന്ന് എത്തുന്നു. കഴിക്കണ്ടേ? മേഡം ചെരുപ്പ് ഷൂട്ടിന് കണ്ടില്ലേ? ഷൂട്ട് കണ്ടിട്ട് അയാളോട് ചെരുപ്പ് നോക്കിയാലോ അടിക്കണം അങ്ങനെ മതിയില്ലേ. അങ്ങനെ നമ്മൾ ഉർവശിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വളം എടുക്കണം. നാളെ ഇനി നോക്കില്ലാന്ന് വിചാരിക്കും. നമ്മളിപ്പോ ഇതാ പെരുവഴിയിലായിരിക്കുകയാണ്. വണ്ടിയൊന്നും കാണാനില്ല. അവസാനം നമ്മൾ പോപ്പിരിക്കാനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വണ്ടിയൊന്നുമില്ല. പെരുവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എവിടേക്കാ പോകേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് വലിയ വഴിയായി പോയി. അയ്യോ അയ്യോ, കുഞ്ഞാവെ വീട്ടിലെത്തിക്കില്ലേ കുഞ്ഞാവേ? തീർച്ചയായും. എന്റെ വീട്ടിലാകെ 4 മക്കളിൽ ഒരാളാ ഞാൻ. എന്റെ വീട്ടിൽ തിരിച്ചെത്തിക്കില്ലേ? തീർച്ചയായും എത്തിക്കും. നടന്ന് ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും ഫോർട്ടീസിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ബ്ലൗസ് ഒപ്പിച്ചിട്ട് പോകണം. തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ട് ഏട്ടൻ്റെ വിളിച്ചിരിക്കുന്നു. അത്ര ഏട്ടനറിയില്ലല്ലോ നമ്മൾ പുറത്തു പോയ കാര്യം. കേൾക്കുമോ എന്തോ 2 തവണയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ആളുകളിലേക്ക് കുറച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം. ഒരു സാധനം തിരിച്ചു. കത്തി എന്താ പറയല്ലേ? കത്തി വയറൊക്കെ പോയ പോലെയല്ല തിരിച്ചു വന്നിട്ടുള്ളത്. അല്ലാണ്ടായിരിക്കുന്നു. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ബൈ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗായിട്ട് പിന്നെ വരാം. ബൈ.